അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നു. ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കോയട. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കോയട ഉണ്ടാക്കുന്നതിന് മുമ്പ്, മസാല ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതിനൊരു ഡോ റെഡിയാക്കി വെക്കണം. അതിന് ഞാനൊരു 3 കപ്പ് മൈദ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു 1/2 ടീസ്പൂണ് ഉപ്പും 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ആദ്യം ഒന്ന് നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ 1 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. കുറേശ്ശെ വെള്ളം ഉപയോഗിച്ചിട്ട് വേണം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ. അപ്പോൾ എല്ലാവരും പറയും നമ്മുടെ കോഴിയുടെ പെട്ടെന്ന് ക്രിസ്പിനെസ് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ കോഴിയുടെയൊക്കെ ക്രിസ്പിനെസ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല ടൈറ്റായിട്ട് കുഴച്ച് വെച്ചിട്ട് വേണം ഇതെന്താവാൻ, ലൂസ് ഒരു സോഫ്റ്റ് ആകാൻ. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ഇതിനെ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു രുചിക്ക് വേണ്ടിയിട്ട് ഒരു 3/4 ടേബിൾ സ്പൂണ് ഗീ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് നമ്മുടെ 1 മണിക്കൂർ ഇതിനെന്താക്കാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ സമയത്ത് വേണം നമ്മൾ മസാല റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ കണ്ട ഈ ഒരു സോഫ്റ്റ്നെസ് ഇപ്പോൾ വെള്ളം ചേർത്തിട്ടല്ല, ഗീ ചേർത്തപ്പോൾ ഇങ്ങനെയായി. അതിന് 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ ഡോ ഇവിടെ അടച്ച് വെക്കുകയാണ്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. ഞാനിവിടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 1/2 കിലോന് കോഴി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വലിയ ജീരകം, വെളിച്ചെണ്ണ ഇവയൊക്കെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് കോഴി വേവിച്ചതിന് ശേഷം അതിനകത്ത് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊരിക്കാൻ വെച്ചതാണ്. അത് പൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കുനുകുനാന്നരിഞ്ഞ സവാള ഉണ്ടല്ലോ, ഒരുപാട് സവാളയൊന്നും ചേർക്കേണ്ട കേട്ടോ. ഒരു 4-5 സവാള ചെറുങ്ങനെ അരിഞ്ഞത്, ഈ പച്ചമുളകും ഇത് മൂത്തതിന് ശേഷം ഉള്ളി ഇതിൻ്റെ അകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ കോഴി ഇവിടെ വേവുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കോഴി വെന്തതിന് ശേഷം കോഴിനെ ഇങ്ങ് മാറ്റിയെടുത്തിട്ട് നമ്മുടെ കോഴിൻ്റെ അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല അതിൻ്റെ മസാലയൊക്കെ, ആ മസാലയുമായി ഓയിലും കൂടിയിട്ട് നമ്മൾ ഉള്ളിൻ്റെ അകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അപ്പോൾ ആ ഒരു ഫ്ലേവർ നമുക്ക് കോഴിയുടെ മസാലയിലും കൂടെ കിട്ടും. അതവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ കോഴിനെ എല്ലിൽ നിന്ന് നീക്കിയെടുത്തിട്ട് നമ്മുടെ ഒന്ന് മിക്സിയിലൊന്ന് പൾസ് ചെയ്തിട്ട് എടുക്കാൻ. നല്ലോണം അരഞ്ഞു പോയത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാത്രമേ എടുക്കേണ്ടുള്ളൂ. ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മുടെ ഈ മസാലയൊക്കെ മിക്സാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഇത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കുക. ഇതെന്ന് വെച്ചാൽ ഇതിൽ എത്രത്തോളം ഇങ്ങനെ ഡ്രൈ ആവുന്നതോ അത്രത്തോളം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് വാടി മസാലയൊക്കെ പിടിച്ച് ഇനി നമ്മൾ ചിക്കന് എല്ലിൽ നിന്ന് മാറ്റി ക്രഷ് ചെയ്തിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ അകത്ത് ഇട്ടു. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ എരിവിനാവശ്യമുള്ള വെറും കുരുമുളക് മാത്രമേ ഇനി ചേർക്കുന്നുള്ളൂ. പച്ചമുളകും അടിച്ചെടുത്തു, ചിക്കനിൽ കുറച്ച് മുളകും ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ചിട്ട് മസാലകളൊന്നും ഇതിൽ ചേർക്കണ്ട കേട്ടോ. ഒരുപാട് മസാലകൾ ചേർക്കുമ്പോഴാണ് ഇതൊരുമാതിരി കുത്തുന്ന പോലെ ഉണ്ടാവും. ഈ ഒരു എരിവ് മാത്രം മതി. പിന്നെ കുറേ ഗരം മസാല ഒന്നും ചേർക്കണ്ട. അത് നമ്മൾ ആദ്യം ചേർത്ത ആ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല മാത്രം മതി. ഇത് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റി നമ്മുടെ ഇതിൻ്റെ അകത്തു നിന്നുള്ള എല്ലാ ഈർപ്പവും വെള്ളമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിൻ്റെ ഒരു കളറൊന്ന് ചേഞ്ച് ആവും. ഇത് നല്ല ഡ്രൈ ആയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. ഇങ്ങനെ വറന്ന് വരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഓരോരോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അന്നേരമാണ് നല്ലോണം ഒന്ന് വറന്ന് വരാൻ. ഇതുപോലെ ആവണം, ഒന്നിനോടൊന്ന് തട്ടാത്ത രീതിയിലാവുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ നല്ലോണം ഒന്ന് ആകുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നല്ലോണം കറുത്തു പോവും. നല്ലോണം ഓഫ് ചെയ്ത് അപ്പോൾ ആ ചൂട്ടത്തിൽ കുറച്ചും കൂടെ ഒന്ന് കളർ ചേഞ്ച് ആവും. അങ്ങനെ നമ്മൾ തണിയാൻ വേണ്ടി വെച്ചു. ഇനി നമുക്ക് ഇതിനൊന്ന് പരത്തിയെടുക്കുക. ഈ പരത്തിയെടുക്കുന്ന പൊടിയിൽ 1 ടീസ്പൂണെങ്കിലും നമ്മൾ അരിപ്പൊടി ചേർക്കണം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പരത്താൻ പറ്റും. കണ്ടോ, ഞാനിത് കുഴച്ചിട്ട് ഇപ്പോൾ കുറേ സമയമായില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ടുണ്ട്. നമ്മൾ ഓരോരോ തവണ എടുക്കുമ്പോഴും ബാക്കിയുള്ളത് നല്ലോണം ഒന്ന് പൊത്തി വെക്കണം കേട്ടോ, ഒരു തുണിയിൽ. അപ്പോൾ ഞാനൊരു ചെറിയൊരു ബൗളെടുത്ത് നമ്മുടെ അരിപ്പൊടിയും മൈദയും 1 ടീസ്പൂൺ അരിപ്പൊടി എടുത്താൽ മതി കേട്ടോ, മിക്സാക്കിയത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അത് ഒരുപാട് ഇങ്ങനെ തിന്നായി പോവുകയും ചെയ്യരുത്, ഭയങ്കര കട്ടിയാവരുത് കേട്ടോ. ആ ഒരു മീഡിയം സൈസ് നിങ്ങൾക്ക് പരത്തുമ്പോൾ മനസ്സിലാവും.
എന്നിട്ട് ഒരു നല്ല ചെറിയൊരു മൂടി വെച്ചിട്ട് ഒരുപാട് വലുപ്പമൊന്നും വേണ്ട, ചെറിയൊരു മൂടി വെച്ചിട്ട് ഇത് നമ്മളൊന്ന് മുറിച്ചെടുത്തിട്ട് വേണം നമ്മളിതിന് ഫില്ലിങ് വെച്ചിട്ട് നമ്മുടെ ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ഇട്ടിട്ടില്ല ഇറച്ചിപ്പത്തിലിൻ്റെ, ആ ഒരു ഇറച്ചിപ്പത്തിലിൻ്റെ പിരി എടുത്തിരിക്കുന്ന പോലെ എടുത്തിട്ട് വേണം ഇത് നമ്മൾ ഫ്രൈ ആക്കാൻ. ചില ആൾക്കാർ അതിൻ്റെ കട്ടറിനെ കൊണ്ടൊക്കെ ചെയ്യും, പക്ഷേ ഇതിനെല്ലാം ഒരു നാടൻ ആ ഒരു സ്റ്റൈലിൽ തന്നെ കൊണ്ടുവരാൻ നോക്കണം. ആ പിരി തന്നെ നമ്മൾ എടുക്കണം, അപ്പോഴാണ് ഒരു രസം. നമ്മൾ തിന്നുമ്പോൾ ആ പിരി നല്ലൊരു കുറച്ച് കട്ടിയും നല്ല ക്രിസ്പി എല്ലായിരിക്കും. അത് ഇതുപോലെ ഫില്ലിങ് വെക്കുക. പിന്നെ നല്ല ഡ്രൈ ആയതുകൊണ്ട് നമുക്ക് കൈനെ കൊണ്ട് വെക്കുമ്പോൾ ഒട്ടുമൊന്നും ചെയ്യില്ല മസാല. എന്നിട്ട് നല്ലോണം സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ചിട്ട് ഇതുപോലെ പിരി എടുക്കുക. എളുപ്പമാണ്, രണ്ടാളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഒരാൾ പരത്തുക, മുറിക്കുക, ആക്കുക. അപ്പം ഞാനിത് ഏകദേശം കുറേ പരത്തിയിട്ട് മുറിച്ച് വെച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഫില്ലിങ് ആക്കിയിട്ട് പിന്നെ ആക്കുന്നതിനെ പൊരിച്ചു കേട്ടോ ഞാൻ. അപ്പോൾ ഇതുപോലെ ഫില്ലിങ് നമ്മുടെ ഈ പിരി തന്നെ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അങ്ങനെ പിരിയൊക്കെ എടുത്ത് നമ്മുടെ ഏകദേശം കുറച്ചായി. ഞാൻ പകുതിയോളം പൊരിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ളത്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഉമ്മയില്ല ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ പിരിയൊക്കെ എടുത്ത് നമ്മളെല്ലാം ആവുന്നതിനെ ഒരു 10-25 ആവുന്നതിനെ പൊരിച്ചെടുക്കുകയാണ്. പിന്നെ എണ്ണ വളരെ ശ്രദ്ധിക്കണം, നല്ലോണം എണ്ണ ചൂടാക്കുക. എന്നിട്ട് അപ്പാട് തീ ഒന്ന് കുറച്ചിട്ട് എണ്ണ ഒന്ന് മുക്കാലോളം തണുത്ത് കഴിഞ്ഞ് നമ്മുടെ കോഴിയട ഇട്ടിട്ട് ചെറിയ തീയിൽ ഇതിനെ ഇങ്ങനെ നമ്മൾ ഗുലാബ് ജാമൊക്കെ പൊരിക്കുന്ന പോലെ തിരിച്ചിട്ടും മറിച്ചിട്ടും പൊരിക്കണം. അന്നേരമാണ് അതിൻ്റെ നല്ലോണം. അല്ലാണ്ട് നമ്മൾ നല്ല ചൂടിലങ്ങ് പൊരിച്ചാൽ പെട്ടെന്ന് കറുത്തു, അങ്ങനെ കറക്കരുത്. ഇത് വെന്ത് മെല്ലെ സ്ലോലി കുക്കിംഗ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ സ്ലോലി ഇങ്ങനെ കുക്ക് ചെയ്ത് നല്ല ഗോൾഡൻ കളറാകുമ്പോൾ നമ്മളെടുത്ത് കുറച്ച് തണുച്ചതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര മാസം വരെ വേണമെങ്കിലും ഇത് കേടുകൂടാതെ നമുക്ക് കഴിക്കാൻ പറ്റും. എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.